വന്ന് ഞെളിഞ്ഞ് നെഞ്ചും പിരിച്ച് നിൽക്കുക വലിയ ആടിനെ പോലെ. എടോ താരൊക്കെ മനുഷ്യനാണല്ലോ. അവിടെ റോട്ടിലൊരാളെ നാട്ടുകാരെല്ലാരും കൂടി എടുത്തിട്ട് ഇടിച്ച്. തനിക്കൊന്നും പോയി ഇടപെടാൻ പാടില്ലായിരുന്നു. ചേട്ടനാ പിടിക്കലോ ചേട്ടനൊന്നും ഇടപെടാൻ പാടില്ലായിരുന്നു. അത് കൊള്ളാം. ഞാൻ ഇടിയും കൊള്ളണം പിന്നെ ഇടപെടും വേണം. ഓ അത് ശരി. അപ്പൊ ചേട്ടനായിട്ട് ഇടിച്ചതല്ലേ? അല്ല പിന്നെ ഞാൻ വെറുതെ നടന്നു വരുമ്പോ എന്റെ ഈ കൈ ഞാനിങ്ങനെ വെറുതെ പൊക്കിയപ്പോ ഒരു പെണ്ണിനെ കഴുത്തി കൊണ്ടതാ. അവളുടെ കഴുത്തി കിടക്കുന്ന മാല വന്ന് എന്റെ പോക്കറ്റിൽ വീട്. അയ്യോ എല്ലാരും കൂടി എന്നെ ഇടിയിടിച്ചെന്നറിയാമോ? പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരുത്തം പറയുന്നുണ്ടായിരുന്നില്ല, അയാള് പാവോണോ, അയാളെ വെറുതെ വിട്ടു, അയാളൊന്നും ചെയ്യില്ലെന്ന്. ഈ ഇടക്ക് വിളിച്ചു പറഞ്ഞാരാണോ? ഈ ഞാൻ തന്നെ അല്ലേട്ടാരാ. ഇയാളെ ഞങ്ങോട്ട് പോവുകയാണ്. ഞാൻ കടവരെ പോവാണ്. അതെ എന്നാ പോവാൻ പാടില്ല. പിന്നെ ഇവിടെ കിടന്നില്ല. തനിക്കെന്ത് വേണം? പോടാ. താൻ തന്റെ കാര്യം നോക്കണോ? കുടുംബത്ത് പോടാ. കുടുംബത്ത് ഇന്ന് എല്ലാത്തിനും ഞാൻ ശരിയാക്കി ഉണ്ടേലെന്താ ഇല്ലേലെന്താ. ഉണ്ടില്ലെങ്കിൽ ഉണ്ടണ്ട. പക്ഷെ ഉണ്ടാത്ത പോലെയല്ലേ നിന്നൊക്കെ പറിച്ചത്. എന്റെ അമ്മ വിഷമിച്ചു പോയി. കണ്ടിട്ടോ? കർത്താവ് നമ്മുടെ നാഥൻ, നമ്മുടെ കർത്താവ് എല്ലായിടത്തും മുട്ടുമുണ്ട്, തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്. നമ്മുടെ മനസ്സിലുമുണ്ട്. കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മകനെ നീ ഞങ്ങളോടൊപ്പം വരിക, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞാൻ വരാം. പക്ഷെ എനിക്ക് ബിരിയാണി ചോറും തരണം, എനിക്ക് പോരാൻ നേരത്തെ 200 രൂപയും തരണം. പറ്റുമോ? നീ വേദപുസ്തകത്തിന്റെ 6-ാമത്തെ കണിയിൽ 5-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ? നീ ഉണ്ടില്ലെങ്കിലും അവളെ ഉറക്കുക. അതിന് ഞാൻ വീട്ടിൽ ചെല്ലാൻ നേരത്ത് ഉള്ളത് കൂടെ അവള് തിന്നിട്ട് അവള് കിടന്നുറങ്ങും. പിന്നെ ഞാൻ അവളത്തിന് ഉണ്ടിക്കണേ. നീ എടുത്തില്ലെങ്കിൽ അവളെ ഉടുപ്പിക്കുക. എന്റെ ഉള്ള മുണ്ട് വരെ എടുത്തിട്ട് അവള് സാരിയും ചുരിദാറൊക്കെ തയ്ച്ചേക്കണേ. പിന്നെ ഞാൻ അവളത്തിന് ഉടുപ്പിക്കണേ. നീ ഉറങ്ങില്ലെങ്കിൽ അവളെ ഉറക്കുക. അവള് തിന്നു കഴിഞ്ഞ് നല്ല ഉറക്കമില്ലേ? ഞാൻ ഉറക്കേണ്ട കാര്യമില്ല. അവള് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ മകൻ ജയറാമിന്റെ സിനിമ കണ്ടു. വളരെ നന്നായിട്ടുണ്ടോ? ഒരു ആംഗ്ലത്തിന് വീട്ടിൽ ഇരിപ്പിട്ട് അത് ഞാൻ കർത്താവിൽ അർപ്പിക്കാം. പക്ഷെ കാശ് കുറച്ച് നിങ്ങൾ ഇടപാട് ഞാൻ പറഞ്ഞോട്ടെ, ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നില്ല, അവ കളപ്പറയിൽ ശേഖരിക്കുന്നുമില്ല. പക്ഷെ ബസ്സിലെ കിളികൾ തോണ്ടുന്നുണ്ട്, ചിക്കുന്നുണ്ട്, മാതുന്നുണ്ട്. പക്ഷെ ആരും അറിയുന്നില്ല. വലിയവനാണ്. ആണോ? ഞാൻ അറിഞ്ഞില്ലേ വലിയവനാന്നുള്ള കാര്യം. ദൈവം വിളിക്കും. ഒരു കാര്യം ചെയ്യും, എന്റെ മൊബൈൽ നമ്പർ കൊടുത്തരും, മിസ് കോൾ അടിക്കരുതെന്ന് പറഞ്ഞാൽ. കാരണം എന്റെ കാശില്ല, തിരിച്ചു വിളിക്കാൻ. മകനെ നീ നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കും. ക്ഷമിച്ചല്ലോ. കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു ശത്രുവോട് ഞാൻ ക്ഷമിച്ചു. നീ വലിയവനാണ്. ഞാൻ വലിയവനായത് കൊണ്ടല്ല. അവൻ എന്റെ പെണ്ണുമ്പിള്ളേട്ട് ഒളിച്ചോടി പോയി. അവൻ എനിക്ക് മനസ്സമാധാനം തന്നു. മകനെ വേദപുസ്തകത്തിൽ 4-ാം ഖണ്ഡത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇല്ല. നന്മ സ്വർഗത്തിൽ പോകുന്നു, എന്നാൽ തിന്മ ചെയ്യുന്നവനോ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. മകനെ മനുഷ്യബന്ധം നിലനിൽക്കുന്നത് കെമിസ്ട്രിയിലാണ്. ആര് പറഞ്ഞു കെമിസ്ട്രിയിലാണെന്ന്? മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഒരു വട്ടപൂജ്യം. അതറിയോ? ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും മാത്തമാറ്റിക്സിലാണ്. തന്റെ കൈവെട്ടിയ ചെറുതാൻ എന്നെ സംബന്ധിച്ചോളം മരിച്ചു കഴിഞ്ഞു. മകനെ ഞാനൊരു തെങ്ങ വെച്ചു. 18-ാം പട്ട. പട്ടയ്ക്ക് ഞാൻ 24 മണിക്കൂറും വെള്ളം ഒഴിക്കും. ചിലപ്പോ വെള്ളം ഒഴിക്കാതെ ഇരിക്കും, ഡ്രൈ ആയിട്ട്. അതെന്റെ ഇഷ്ടം. അത് വെച്ചിട്ട് പാവക്ക് കീ കൊടുത്തോളൂ. മകനെ കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? കർത്താവ് ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. കർത്താവ് സർവ്വവ്യാപിയാണ്. നിന്റെ വീട്ടിലുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്. കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? കർത്താവ് എന്റെ പേഴ്സിലുണ്ട്. എന്റെ പേഴ്സിൽ കർത്താവുണ്ട്. കർത്താവിനെ കണ്ടിട്ടില്ല. ദേ നോക്കൂ, എന്റെ പേഴ്സിലേക്ക് മകനെ. കർത്താവാണ് കാണുന്നത്, നമ്മുടെ കർത്താവ്. സിനിമാതാരം ബാബുവാണ്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയാ കർത്താവ് വളർന്നു. അയ്യോ, അപ്പൊ ഇത് കർത്താവല്ലേ? അല്ല, നിന്റെ ഭർത്താവ്. പിന്നെ ആരാണ് കർത്താവ്? നമസ്കാരം, ഞാൻ പ്രകാശൻ. ഇന്ന് ഓണമായിട്ട് 2 അടിക്കാൻ ഒറ്റ വഴി പോലും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ലാന്ന്. ഞാൻ ജോലി ചെയ്യുമ്പോഴേ എൻ്റെ ശരീരം മൊത്തം അങ്ങനെ വെള്ളം പോലെ വരും. ചിലരതിനെ വിയർപ്പെന്നാ പറയുന്നത്.
അതുകൊണ്ട് 2 എണ്ണ അടിക്കാനുള്ള വഴി തുറന്നു തരാൻ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു വഴിയുണ്ട്, ഇപ്പൊ വരാം. ചേട്ടോ പേപ്പർ വേണോ? പിന്നെ പേപ്പർ വേണം. ആ ഇതാണോ? എന്നാ എടുത്തോ. നല്ല കനമുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ പേപ്പറല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് ശരി. എന്നാ, വെച്ചോ. ഓ സന്തോഷം. പൊക്കോ. ഓ, നല്ല കനം. ഓ, അത് പോട്ടെ. ഇതെന്ത് ഇഷ്ടികയോ? എടാ സാമദ്രോഹി, നിന്നെ ഞാൻ 10, 20, 30. ഇതെന്താടാ എന്നാ ഇത്? ചേട്ടന്റെ പൈസ പിടിച്ചേട്ടാ. എന്റെ ഇഷ്ടിക ദോഷം. ഡാ, എന്ത്? അയ്യോ മേലെ ഇതുപോലെ തട്ടിപ്പോയിട്ട് പോടാ. അങ്ങോട്ട് മാറി. രാവിലെ ഒരു മനുഷ്യൻ പല്ലേക്കാതെ നിൽക്കുക. പോയി ക്യൂല് നിൽക്കണു. അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ചല്ല. നീ എന്തുദ്ദേശിച്ചാലും പോയി ക്യൂല് നിൽക്കടാ. യൂണിഫോം കിട്ടിയത് നന്നായി. ഇവർക്ക് തന്നെ കൊടുക്കാം ആദ്യത്തെ പണി. ആ യെസ് സാർ, ബില്ലില്ലാതെ ആര് മദ്യം കൊണ്ടായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കും സാർ. ഓക്കെ സാർ. ആ സാറേ, ഇവിടെ ഒരുത്തൻ വെള്ളം അടിച്ച് ഓവറായി കിടപ്പുണ്ട്. ഓവർ ഓവർ. ഡാ ഇവിടെ കിടന്ന് ഉരുണ്ടും അറിയാതെ ആ ക്യൂവിൽ നിൽക്കടാ. കിണിച്ചോ ഞാനിതിന്റെ ഷട്ടർ തുറന്ന് അകത്ത് കടന്ന് സാധനം എടുത്ത് തന്നാലല്ലേ നിനക്കൊക്കെ കൂച്ചാൻ പറ്റൂ. സാറെന്താ ഇവിടെ? ഞാനോ? അതായത് ബില്ലില്ലാതെ മദ്യം കൊണ്ട് ആര് പോയാലും അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ SI പറഞ്ഞു വിട്ടതാ. ഈ മദ്യം ഇങ്ങോട്ട് ഇറക്കണതാരാ? അത് സർക്കാർ. ബില്ലില്ലാതെ പോകുന്നവരെ പിടിക്കണതാരാ? അത് പോലീസ്. സർക്കാരിന്റെ പോലീസ്. ആ. ഈ നിക്കണ കുടിയന്മാരൊക്കെ ഒരു ദിവസം കുടി അങ്ങ് നിർത്തിയ സർക്കാർ എന്തോ മധുര 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 മതി മതി. ഇതാ തുറന്നു കിട്ടി. ഒരു ക്വാർട്ടർ. എന്നാ പിടി ഈ ക്വാർട്ടർ. ഇവിടെ എന്താ വേണ്ടേ? ഇതാ പറഞ്ഞ തടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എക്ക പോക്കാ. എടാ എനിക്ക് പോടാ 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 പോടാ. അവിടെ 2 കോടി കൊടുത്തു. ഇനി നാളെ 3 കോടി രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ദയവ് ചെയ്ത് എന്നോട് ഈ കാശിന്റെ കണക്ക് പറയല്ലേ ചേട്ടാ. 5 ലക്ഷം രൂപയല്ലേ? നാളെ തന്നെ ഞാൻ ബാങ്കിലേക്ക് 5 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ഇട്ടേക്കാം. ഏട്ടൻ വന്നെടുക്കാൻ മറക്കരുത്. 5 ലക്ഷം രൂപയല്ലേ? നാളെ തന്നെ. ഓക്കെ ചേട്ടോയ്, ഏറ്റവും കുറഞ്ഞ ക്വാർട്ടറിന് എന്താ വില? 50 രൂപ. 45 രൂപയുടെ കോട്ടറുണ്ടോ? ഇല്ല. ചേട്ടാ ഇനിയിപ്പോ എന്നാ ചെയ്യും? ചേട്ടോയ് 5 രൂപ എടുക്കാൻ. 5 രൂപ എന്തിനാ? 5 രൂപക്കാന്റെ ഒരു കോട്ടർ നമുക്ക് വട്ടം പൊട്ടിക്കായിരുന്നേ. ആർക്ക് വേണോടെ തന്റെ ക്വാർട്ടർ? ഞാൻ ജോണി വോക്കർ ഫുള്ള് മേടിക്കാൻ വന്ന. ഇനിയിപ്പോ ഇവിടെ കള്ള് ഷാപ്പ് അവിടെ കാണും. ദേ അവിടെ എങ്ങാനുണ്ട്. ആണാ? പക്ഷെ അവിടെ ആനമയ്ക്കേ കിട്ടത്തുള്ളൂ. ആന മയക്കെങ്കിൽ ആന മയക്കും. ഹലോ, 10 ലക്ഷം രൂപയല്ലേ? ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കാം. ബില്ലൊന്നും വേണ്ടേ? അവിടെ ആ ബില്ലിങ് തന്നെ. ബില്ല് കളഞ്ഞുപോയി. ബില്ല് ബില്ലില്ലെന്നേ. ബില്ലില്ലെന്നോ? ബില്ല് കളഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. ബില്ല് കറണ്ട് ബില്ലുണ്ട്. മതിയോ? കറണ്ട് ബില്ല. വീട്ടിലെ കറണ്ട് ബില്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. സാധനം തരാൻ പറ്റില്ലെന്ന്. സാധനം തരില്ലെന്ന്. ആറ് അരി മേടിക്കാൻ പറ്റ കാശ. അരി മേടിക്കാൻ പറ്റ സാധനം ഇങ്ങോട്ട് തടാ. പോടാ പോടാ. എല്ലാം പോയി. എന്റെ അമ്മയെ പോലീസ്. നമസ്കാരം സാറേ. സാർ ഏത് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി? അല്ല സാർ, ഞാൻ അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ.
ഒന്ന് വിട്ടുപോയി. കംഫർട്ട് സ്റ്റേഷൻ. ഓ. ഞങ്ങള് പോലീസുകാരുടെ യൂണിഫോം എടുത്തിട്ടോണ്ട് ഞങ്ങൾക്ക് തന്നെ പണിയുന്നോടാ കള്ളറാസ്കൾ. ആണാ നീ? എന്റെ പൊന്നു സാറേ, ഞാനൊരു പാവാ സാറേ. നീ പാവാണോ പണക്കാരനാണോ എന്നുള്ളത് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറേ, ഓണായിപ്പോ 2 അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ യൂണിഫോം എടുത്തിട്ടത്. റാസ്കൾ. നീയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങള് പാവപ്പെട്ട കാശില്ലാത്ത ഒറിജിനൽ പോലീസുകാർ എന്ത് ചെയ്യൂടെ? എടേ, ഞങ്ങൾക്കും ഓണക്കാലത്ത് കഴിക്കാൻ ഇതൊക്കെ അല്ലടേ ഉള്ളൂ മാർഗം. അതെ. ഇനി ഞങ്ങളുടെ യൂണിഫോം എടുത്ത് അണിയോ? ഇല്ല. അണിയുവോ? ഇല്ല. അണിയുവോ? ഇല്ല.